1923 ഒക്ടോബർ 20 ജനിച്ചയാളിനിപ്പോൾ വയസ്സ് 101 കടന്നിട്ടുണ്ടാവും. ഉറപ്പല്ലേ? പകർച്ചവ്യാധികൾ മനുഷ്യനെ കൊന്നൊടുക്കിയിരുന്ന കാലത്ത് ജനിച്ചു വളർന്നൊരാൾ, അതും സാധാരണക്കാരുടെ കുടുംബത്തിൽ. അതെ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ സഖാവ് VSന് ഈ വീഡിയോ സമർപ്പിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ വർത്തമാനം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന ജനപ്രിയ നായകൻ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും മുതിർന്നയാൾ, 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമര പോരാളി. ഈ വീഡിയോ തയ്യാറാക്കപ്പെടുമ്പോൾ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ ശ്വസിച്ചുവെന്നും ഗുരുതരാവസ്ഥയിലാണെന്നും വാർത്തകൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തകൾക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും VSനെ ഇഷ്ടപ്പെടുന്ന ആയിരങ്ങൾ 100 കടന്ന തങ്ങളുടെ ഇഷ്ടക്കാരനായ കമ്മ്യൂണിസ്റ്റ് തിരികെ ജീവിതത്തിലെത്തും എന്ന് വിശ്വസിക്കുന്നു, ആശ്വസിക്കുന്നു. വാർത്തയ്ക്ക് സ്ഥിരീകരണം ലഭിക്കുന്നില്ലെങ്കിലും VSനെ ഇഷ്ടപ്പെടുന്ന ആയിരങ്ങൾ 100 കടന്ന തങ്ങളുടെ ഇഷ്ടക്കാരനായ കമ്മ്യൂണിസ്റ്റ് തിരികെ ജീവിതത്തിലെത്തും എന്ന് ആശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നീട്ടിക്കുറുക്കിയ ആ വർത്തമാനവും ചെറുതായി തുടങ്ങി പിന്നെ വലുതായിത്തീരുന്ന ആ ഭംഗിയുള്ള അർത്ഥമുള്ള ചിരിയും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പഴയ കമ്മ്യൂണിസ്റ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു നാട്ടുകാർ. 82 വയസ്സുള്ളപ്പോൾ മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്ത നാടിൻ്റെ കാരണവരായ VS അച്യുതാനന്ദൻ 2016 മുതൽ 2021 വരെ ക്യാബിനറ്റ് റാങ്കോടെ സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും പിന്നീട് പ്രവർത്തിച്ചു. UDF ഭരണകാലത്ത് 15 വർഷത്തോളം പ്രതിപക്ഷ നേതാവായും VS നിയമസഭാംഗമായിരുന്നപ്പോൾ സജീവമായി തന്നെ ജനപക്ഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വസൂരി പിടിപെട്ട് അമ്മയെ നഷ്ടപ്പെടുമ്പോൾ VSന് കേവലം 4 വയസ്സ് പ്രായമായിരുന്നു. 11ാം വയസ്സിൽ അച്ഛനെയും VSന് നഷ്ടമായി. കേവലം 7ാം ക്ലാസ് വരെയുള്ള പഠനത്തിനു ശേഷം മൂത്ത സഹോദരനെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം തയ്യൽ തൊഴിലാളിയായി. പിന്നീട് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയതും സ്റ്റേറ്റ് കോൺഗ്രസിലും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചതും സുവ്യക്തമായ ചരിത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1964 ജന്മം കൊള്ളുമ്പോൾ CPIയിൽ നിന്നിറങ്ങിയ 32 അംഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് സഖാവ് VS. പിന്നെ 1980 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായി. 1965 കന്നി അംഗത്തിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ VS പരാജയപ്പെട്ടെങ്കിലും പിന്നെ തുടർച്ചയായി 2 തവണ വിജയിച്ചു. അടുത്ത തവണ 5585 വോട്ടിന് പരാജയപ്പെട്ടു. 1991 മാരാരിക്കുളമായി തട്ടകം. അവിടെയും 2ാം തവണ പരാജയപ്പെട്ടെങ്കിലും പിന്നെ മലമ്പുഴയിൽ നിന്ന് 2001 മുതൽ തുടർച്ചയായി വിജയിച്ചു. നിയമസഭാ അംഗം, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിലൊക്കെ ജനപ്രിയനായി തിളങ്ങിയ VS കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നതും ചരിത്രം. അനധികൃതമായി പലരും കൈവശം വച്ചിരുന്ന ഏക്കർ കണക്കിന് ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ നിശ്ചയദാർഢ്യം കാട്ടിയതും കൊച്ചിയിലെ MG റോഡ് കയ്യേറിയുള്ള നിർമ്മിതികൾ പൊളിച്ചു നീക്കാനുള്ള ആത്മാർത്ഥ ശ്രമവും ചലച്ചിത്ര വ്യാജ പകർപ്പുകൾക്കെതിരെയുള്ള നടപടിയും ലോട്ടറി മാഫിയയ്ക്കെതിരെയുള്ള ഇടപെടലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള ജനപ്രീതി വർദ്ധിപ്പിച്ചു. കണ്ണു നിറഞ്ഞു പോകുന്ന അനുഭവങ്ങളുടെ നേരെഴുത്ത്
VSൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിലുണ്ട്. തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൻ്റെ സജീവതയിലേക്ക് ജനപക്ഷ പോരാളിയായി കടന്നെത്തിയ നമ്മുടെയെല്ലാം ഹൃദയപക്ഷക്കാരനായ VS സംശുദ്ധ രാഷ്ട്രീയത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഉദാഹരണമാകുന്നു. സമാനതകളില്ലാത്ത ജയിൽ ജീവിതവും ക്രൂരമായ പീഡനങ്ങളും 4.5 വർഷത്തെ ഒളിവുകാലവുമെല്ലാം മനക്കരുത്തുകൊണ്ട് മാത്രം അതിജീവിച്ച VS കമ്മ്യൂണിസം കൊണ്ട് സമ്മതിക്കില്ലെങ്കിൽ കൂടി ഒന്ന് പറയാം, നാട്ടിലെ പ്രയോഗം പോലെ ആയുസിൻ്റെ വലിപ്പം കൊണ്ട് മാത്രം മരണം തോറ്റുപോയ മഹാനായ ജനനായകനാണ് VS. കാലം മാറി കഥ മാറി എന്ന പറച്ചിൽ പോലെ കാലാനുക്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വന്ന ഒട്ടും അതിശയിപ്പിക്കാത്ത മാറ്റങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ടാക്കിയ 32 അംഗങ്ങളിൽ ഇന്ന് ഭൂമുഖത്ത് അവശേഷിക്കുന്ന ഒരേ ഒരാൾ, ആയിരക്കണക്കിന് സാധാരണ പാർട്ടി വിശ്വാസികളുടെ കണ്ണും കരളുമായ VSനെ പിടികൂടിയില്ല എന്നു തന്നെ പറയാം. എന്നാൽ സാക്ഷാൽ VSനെതിരെ തന്നെ അച്ചടക്ക നടപടികൾ വന്നു എന്നത് യാഥാർത്ഥ്യം. VSന് സീറ്റ് നൽകാതെ ഒതുക്കാനുള്ള ശ്രമമെന്ന തോന്നലിനെതിരെ എല്ലാ പാർട്ടി അച്ചടക്കവും കാറ്റിൽ പറത്തി തെരുവിലിറങ്ങിയത് കമ്മ്യൂണിസം രക്തത്തിലലിഞ്ഞ നൂറുകണക്കിന് സാധാരണക്കാരായിരുന്നു. 916 കമ്മ്യൂണിസ്റ്റ് എന്ന് ചുരുക്കി പറയാം. ചില നേരങ്ങളിൽ അനന്തതയിൽ കണ്ണുനട്ട് ആലോചനയിലിരിക്കുന്ന VSനെ സുരക്ഷാ ജീവനക്കാർക്കും മറ്റുദ്യോഗസ്ഥർക്കും പരിചിത കാഴ്ചയായിരുന്നു. ആ കണ്ണുകളിലൂടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവർക്ക് ചിന്തകളുടെ കടലിരമ്പം കേൾക്കാനും കഴിയും. തീർച്ച, തീയിൽ കുരുത്തത് എന്ന പഴഞ്ചൊല്ലുപോലെ അതികഠിനമായ ജീവിത പരീക്ഷകളെ നേരിട്ട് ഒരു നാടിൻ്റെ ഭരണാധികാരിയുടെ കസേരയിൽ ഇത്രയും ജനപ്രിയതയോടെ കയറിയിരുന്ന അപൂർവം വ്യക്തിത്വം, അതാണ് VS. 1 നൂറ്റാണ്ട് പിന്നിട്ട ജീവിതം, ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം. ജീവിതകാലത്തിലേറെയും പൊതുപ്രവർത്തനത്തിൻ്റെ സ്വകാര്യതയില്ലായ്മയുടെ കലുഷിതമായ സമരവഴികളിലൂടെ സങ്കടങ്ങളിൽ ആലംബമായി, തർക്കങ്ങളിൽ ന്യായവാക്കായി, ഭൂമിക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളിൽ രക്ഷയുടെ ഉറച്ച ശബ്ദമായി, സാധാരണക്കാരൻ്റെ അത്താണിയായ ശുദ്ധ കമ്മ്യൂണിസ്റ്റായി, യുഗങ്ങളിൽ ജന്മമെടുക്കുന്ന പുരാണ അവതാരമായി ഈ കുറിയ മനുഷ്യൻ നഖം മുതൽ തലമുടി വേരുവരെ കലർപ്പില്ലാത്ത മാർക്സിസം നിറച്ച് ആകാശത്തോളം ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും കാലാതിവർത്തിയായി.